നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച എങ്ങുമെത്താതെ അവസാനിക്കുകയാണ്. അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ പ്രതികളും പുറത്തിറങ്ങാൻ പോവാണ്. ഒരു തൊണ്ടി മുതൽ പോലും ശേഖരിച്ചിട്ടില്ല. ഒരു തെളിവുകളും ശേഖരിക്കുന്നില്ല. അപ്പൊ 2 ലക്ഷ്യമാണ് മുഖ്യമന്ത്രി CPM-നുള്ളത്. ഒന്ന്, പ്രധാനികളായ ആളുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കുക. മുൻ ദേവസ്വം മന്ത്രിയിലേക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ജയിലിലായ 3 CPM നേതാക്കന്മാരെയും പുറത്തു കൊണ്ടുവരിക. ഈ കേസ് അന്വേഷണം തെളിവില്ലാതെ അവസാനിപ്പിക്കുക. അതിനുവേണ്ടി LTTE-യുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന കനത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ ശബരിമല കേസിലുള്ളത്. ശബരിമല കേസ് എങ്ങുമെത്താതെ അവസാനിക്കാൻ പോകുന്ന ദൌർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. സർക്കാരാണ് ഇതിന്റെ അകത്ത് ഇടപെടുന്നത്. എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ടാണ് അവർക്കെതിരായി അച്ചടക്ക നടപടികൾ പോലും അവർ സ്വീകരിക്കാതിരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി CPM സ്വർണം കട്ടതിന് സോണിയാഗാന്ധിയെ കുറിച്ച് പറഞ്ഞതിന് സ്വർണം കട്ടത് CPM നേതാക്കളാണ്. ആ CPM നേതാക്കളെ സംരക്ഷിക്കുന്നത് CPM ആണ്, മുഖ്യമന്ത്രിയാണ്, ഭരണകൂടമാണ്, CPM നേതൃത്വമാണ്. അതെല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്താണ് അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയത് സോണിയാഗാന്ധിയാണ്. അപ്പൊ സോണിയാഗാന്ധിയെ മനഃപൂർവ്വം വലിച്ചഴിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ വീട്ടിലേക്കാണ് BJP മാർച്ച് നടത്തിയത്. അപ്പൊ CPM-ഉം BJP-യും കൂടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. കാരണം സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെ അധിക്ഷേപിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സന്തോഷിക്കുന്നത് BJP നേതൃത്വമാണ്. ആ BJP നേതൃത്വത്തെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇവര് പ്രിയങ്ക ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ പേര് പറയുമ്പോൾ BJP, പ്രിയങ്ക ഗാന്ധിയാണോ അയ്യപ്പന്റെ സ്വർണം കവർന്നത്? പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് വയനാട്ടിലേക്ക് മാർച്ച് നടത്തിയാണ് BJP. CPM നിയമസഭയിൽ വന്ന് മന്ത്രിമാരുൾപ്പെടെ ആവർത്തിച്ച് അവരെ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ്. ഇത് BJP നേതൃത്വത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സ്പീക്കർ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു അഭിപ്രായമില്ല. എനിക്കത് പറയുന്നതിൽ ദുഃഖമുണ്ട്. ഇന്ന് 5 മന്ത്രിമാർക്കാണ് പറയാൻ അവസരം കൊടുത്തത്. 5 മന്ത്രിമാരും അതിൽ 4 പേര് വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കുക. അത് എനിക്ക് വിരോധമില്ല. കാരണം അവര് എന്നെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ അതിനെങ്ങനെ നോ പറയുന്നു? അവര് നിരന്തരമായി വ്യക്തിപരമായി തേജോവധം ചെയ്യാണ്. AKG സെന്ററിലിരുന്നും മന്ത്രി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലിരുന്നും വ്യാപകമായി വ്യക്തിപരമായ ദുഷ്പ്രചരണം നടത്തുകയാണ്. അതിന്റെ കണ്ടിന്യൂവേഷനാണ് നിയമസഭയിൽ കണ്ടത്. എനിക്ക് പ്രതിഷേധമില്ല. വളരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ്. അതിനെല്ലാം സ്പീക്കർ അവസരം കൊടുക്കുകയാണ്. 5 മന്ത്രിമാർക്കാണ് ഇന്ന് സംസാരിക്കാൻ. സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെ അധിക്ഷേപിച്ച് സംസാരിക്കാൻ 5 മന്ത്രിമാർക്കാണ് ഇന്ന് സ്പീക്കർ അവസരം കൊടുത്തത്. 5 പേർക്ക്. അവരാവർത്തിച്ച് ഓരോരുത്തർ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. ഇതിൽ നിന്ന് CPM-ന് രക്ഷപ്പെടാൻ പറ്റില്ല. പിണറായി ഭരണകൂടത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് CPM-ആണ്, ഭരണകൂടമാണ്, പിണറായി ഭരണമാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇവരെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വർണ്ണ കവർച്ച, അതിന്റെ യഥാർത്ഥ ആളുകൾ, ഇനിയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളിൽ എത്താനുണ്ട്, ഉന്നതന്മാരിലേക്ക്. അത് എത്തുന്നതുവരെ, യഥാർത്ഥ പ്രതികൾ അഴിക്കകത്താകുന്നതുവരെ, തെളിവുകൾ ശേഖരിക്കുന്നതുവരെ അതിശക്തമായി